ഇരിക്കൂ. മാഡം, ഇവിടെ നല്ല തുണികൾ വിൽക്കാനില്ലേ? അതെന്താ സാർ അങ്ങനെ പറയുന്നത്? ഞങ്ങൾ മോശം തുണികൾ വിൽക്കാറില്ലല്ലോ. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ ഇവിടെ കൊടുക്കാറുള്ളത്. അയ്യോ സോറി, ഞാൻ ഉദ്ദേശിച്ചത് നല്ല വില കൂടിയ ഡ്രസ്സുകൾ ഇവിടെ കിട്ടുമെന്നാണ്. ഇരിക്കണോ? ഉണ്ടല്ലോ. എത്രയാ സാർ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ്? അത് പറയാം. അതിനു മുമ്പ് നിങ്ങളുടെ കടയിൽ ഏറ്റവും വില കൂടിയ സാരിക്ക് എത്ര രൂപ എന്ന് പറയാൻ പറ്റുമോ? മാക്സിമം ഒരു 50,000 രൂപ ആ റേഞ്ചിലുള്ളതാണ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ചേ, അത് പോരല്ലോ. നമുക്ക് മിനിമം ഒരു 2 ലക്ഷം രൂപയുടെ സാരി തന്നെ വേണം. 2 ലക്ഷം രൂപ തന്നെ മോശമാണ്. എങ്കിലും അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് ഇവിടെ സാധനമില്ലല്ലോ. നമുക്ക് പോയാലോ? അയ്യോ സാർമാരെ പോകരുതേ. നിങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ 2 ദിവസമല്ല ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വീട്ടിൽ എത്തിച്ചു തരാം. ഞങ്ങൾക്ക് ഈ സാരി ഗിഫ്റ്റ് കൊടുക്കാനാ. അധികം വൈകരുത്. അതിനെന്താ സാർ, ഇന്ന് തന്നെ ഓർഡർ കൊടുക്കാമല്ലോ സാർ. ഫോൺ നമ്പറും പേരും എഴുതി തന്നോളൂ. ഇന്ന് തന്നെ ഓർഡർ കൊടുക്കാം സാർ. എന്ത് ചെയ്യാനാ? നമ്മുടെ ഈ നാട്ടിലെ കടകളൊക്കെ ഇനി എന്നാ ഒന്ന് നിശ്ചാവുക? ഇതിനെന്താ ഫോൺ നമ്പർ അഡ്രസ് എഴുതിട്ടു ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ സാർ, അഡ്വാൻസ് എന്തെങ്കിലും പേയ്മെന്റ് ചെയ്യുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. കളഞ്ഞിട്ട് പാടേ. ഇത്രയും വിശ്വാസമില്ലാത്ത കടക്കാരുടെ കയ്യിൽ നിന്നും ഒരു സാധനവും വേണ്ട. വാ പോയേക്കാം. നമുക്ക് ആ സ്വർണ്ണക്കടയിൽ പോയി സ്വർണ്ണം എടുക്കാം. അയ്യോ സോറി സാർ, അഡ്വാൻസ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞാൻ സാധനം വീട്ടിലെത്തിച്ചു തരാം. അല്ല, ഇവിടുത്തെ സ്വർണ്ണക്കട എവിടെ? തൊട്ടപ്പുറത്തുണ്ട് സാർ. ഞാൻ വേണേ കൊണ്ടാക്കി തരാം. അയ്യോ അയ്യോ, എന്താ, എന്തു പറ്റി? എന്റെ പേഴ്സ് കാണാനില്ല. അയ്യോ കഷ്ടമായി പോയല്ലോ. പെരുവെടുപ്പ് ഉള്ള രേഖകൾ വല്ലതും ഉണ്ടായിരുന്നോ? ക്യാഷ് ഉണ്ടായിരുന്നു അതില്. ഞാൻ പേഴ്സിൽ രേഖകളൊന്നും വെക്കാറില്ല. പക്ഷെ അധികമൊന്നുമില്ല, ഒരു 50,000. അത് പോട്ടെ, സാരമില്ല. പ്രശ്നം അതല്ല. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഒരു 5,000 വേണം. അതിനിപ്പോ എന്താ ചെയ്യാ? ഇവിടെ ആരെയും പരിചയമില്ലല്ലോ. അതിനെന്താ സാർ, ഞാൻ തരാലോ. ഇതാ സാർ 5,000 തികച്ചുണ്ട് കേട്ടോ. മാഡത്തിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു അല്ലേ? സാരമില്ല. ഈ ക്യാഷ് തരുമ്പോ അതിന്റെ കൂടുതൽ 5,000 രൂപ അധികം തരാം. അതൊന്നും വേണ്ട സാർ. നമ്മളൊക്കെ മനുഷ്യന്മാര് തന്നെയല്ലേ. ഇങ്ങനെയൊക്കെയല്ലേ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുക. എന്നാ പോയേക്കാം. സമയം വളരെ വിലപ്പെട്ടതല്ലേ. ഇനി സ്വർണ്ണക്കടയിലും കയറേണ്ടതല്ലേ. അപ്പൊ ശരി, കാണാം. ഇത് പുതിയ സ്വർണ്ണക്കടയാണ് തോന്നുന്നല്ലോ. അതെ സാർ, തുടങ്ങിയിട്ട് 1 വർഷമായിട്ടേ ഉള്ളൂ. ഇവിടെ കണ്ടിട്ട് അധികം സ്വർണ്ണമുള്ള ലക്ഷണം ഇല്ലല്ലോ. അയ്യോ സാർ, അങ്ങനെ പറയല്ലേ. സാർക്ക് എത്ര പവൻ വേണം? ഈ നാട്ടിൽ ഇപ്പോഴും പവൻ കണക്കിനാണോ പറയുന്നത്? ഉള്ള കാര്യം തുറന്നു പറയാലോ. ഞങ്ങൾക്കൊരു 5 കിലോ സ്വർണം വേണം. 5 കിലോ? എന്താ എട്ടിപ്പോയോ? സാർ, ഇവർക്ക് 5 കിലോ സ്വർണം വേണമെന്ന്. I start my day in silence. ഡെയിലി കളക്ഷൻ 5 മിനിറ്റ് അവിടെ ഇരിക്കൂ. കസ്റ്റമർ ഒന്ന് വിട്ടിട്ട് തരാം. 5 കിലോ സ്വർണം വേണമെങ്കിൽ ഫുൾ എമൗണ്ട് ചെക്കായിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ സാർ? അതെ അതെ അതെ. നോ പ്രോബ്ലം. നിങ്ങൾ എങ്ങനെ പറയുന്നു അങ്ങനെ ചെയ്യാം. പിന്നെ ഗവൺമെന്റ് ടാക്സ് കൊടുക്കണമെന്ന് വിചാരിച്ച് നിങ്ങളാരും പേടിക്കണ്ട. ഞങ്ങൾ 1 വർഷം ടാക്സ് കൊടുക്കുന്ന പണമുണ്ടെങ്കിൽ ഇവിടുത്തെ 100 കുടുംബങ്ങൾക്ക് സുഖമായി ജീവിക്കാം. എന്താ, നിങ്ങൾക്ക് തരാൻ പറ്റില്ലേ? ഇല്ലെങ്കിൽ ഞങ്ങളങ്ങ് പോയേക്കാം. അയ്യോ അങ്ങനെ പറയില്ലേ. സാറിന് എത്ര കിലോ സ്വർണം വേണമെങ്കിലും ഞങ്ങൾ എത്തിച്ചു തരാം. പക്ഷെ കുറച്ച് സാവകാശം വേണം. ഞാൻ അന്നേരം പറഞ്ഞല്ലേ നമുക്ക് സ്വർണം ഉണ്ടാക്കുന്ന കരിയിൽ പോയി സ്വർണം എടുത്താ എന്ന് പറഞ്ഞിട്ട് എന്തായി? ഈ പറഞ്ഞിട്ട് എന്താ കാര്യം? സാറിനെ കണ്ടത് തന്നെ വലിയ ഭാഗ്യം. എത്രയും പെട്ടെന്ന് സ്വർണം വീട്ടിലെത്തിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സമ്മതിച്ചു. എന്നാൽ നമുക്കിറങ്ങാം. അതില് സാറിന്റെ അഡ്രസ് ഒന്ന് എഴുതുമോ? നമ്പർ വെക്കണം. അയ്യോ അയ്യോ, എന്താ പറ്റിയ? എന്റെ പേഴ്സ് ആരാ കട്ടോണ്ട് പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ, ഇനി എന്താ ചെയ്യാ? അതിൽ കുറെ ക്യാഷ് ഉണ്ടായിരുന്നോ? ഞാൻ വേണേ പോലീസിൽ അറിയിക്കാം. അല്ല, പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്തുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഞാൻ വിളിക്കാം. എൻ്റെ അടുത്ത് നമ്പർ ഉണ്ട്. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കൂടിപ്പോയ ഒരു 1 ലക്ഷം രൂപ ഉണ്ടാവും. ഓട്ടെ, അതിലൊന്നും കാര്യമില്ല. 1 ലക്ഷം രൂപയോ? സാറിന് ജിപേ ചെയ്താൽ പോരെ? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ക്യാഷ് ഇടപാട് നടത്തുമോ? അത് സാധാരണക്കാർക്കല്ലേ. ഞങ്ങളെ പോലുള്ള അതിസമ്പന്നർക്ക് അത് പ്രശ്നമാവില്ലേ? ഒരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ റോൾ ചെയ്യാൻ കുറച്ച് കാശ് വേണമായിരുന്നല്ലോ. ശരിയാ, ഒരു 5,000 രൂപ ഉണ്ടെങ്കിൽ
കാര്യം നടന്നേനെ. അതിനിപ്പോ ഇവിടെ പരിചയമുള്ള ആരും തന്നെ ഇല്ലല്ലോ. സാരമില്ല, ക്യാഷ് ഞാൻ തരാം. നിങ്ങളെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സന്തോഷം. ആരോടും ചോദിച്ച ശീലമില്ലാത്തതുകൊണ്ടാണേ. സാരമില്ല, അതിന് ഡബിളായി ഞാൻ തിരിച്ചു തന്നേക്കാം. സാർ ഏത് വണ്ടിയിലാ വന്നേ? ഞാനത് വരെ വരാം. ഞങ്ങൾക്ക് അതിന്റെ അഹങ്കാരമൊന്നുമില്ല. വീട്ടില് 10-20 വണ്ടികളുണ്ടേ, അതൊന്നും എടുക്കാറില്ല. എനിക്കിഷ്ടം ലംബോർഗിനി. പക്ഷെ അത് എടുത്താൽ പിന്നെ പാർക്കിങ്ങിന് സ്ഥലം അന്വേഷിച്ച് നടക്കേണ്ടി വരും. ബസ് തന്നെ നല്ലത്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സ്വർണ്ണം എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കണം. നേരെ ഉച്ചയായി, ശാപ്പാട് കഴിച്ചിട്ട് പോവാ. ഇവിടെ ഹോട്ടൽ ഉണ്ടോ? ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. എന്നാ ഓക്കെ. ഓക്കെ, ശരി, ഗുഡ് ബൈ. ഇവരെന്തോ ഒരു ഉടായ്പ പരിപാടിയാണല്ലോ. നേരത്തെ അവിടെ ഇതേ സംഭാഷണമാണല്ലോ. ഇവരെ പിന്നാലെ നിന്ന് നടക്കും. ഇത് കണ്ടുപിടിക്കണം. ഇത് ശരിയല്ലല്ലോ. കഴിക്കാൻ വേണ്ടത് 2 ചിക്കൻ ബിരിയാണി. ആയിക്കോട്ടെ, 2 പേർക്കും. ഏതായാലും 10,000 രൂപ നമ്മൾ അടിച്ചെടുത്തു. മലയാളികളെ പറ്റിക്കാൻ എന്ത് എളുപ്പമാ. നാളെ നമുക്ക് അടുത്ത ജില്ല നോക്കാം. അങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് നമുക്ക് കോടീശ്വരന്മാരാകാം. ആദ്യം ഒരു കാറുവാ, പിന്നെ കൊട്ടാരം പോലെയുള്ള ഒരു വീട് വെക്കണം. എന്നിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കണം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുന്ന ദിവസം. ഈ ഗവൺമെന്റിന് എന്നും ഏപ്രിൽ ഫൂൾ കൊടുത്താൽ എന്താ പ്രശ്നം? അത് തന്നെ ഞാനും ആലോചിക്കുന്നു. വയറ് നിറഞ്ഞു. ഇനി നമുക്ക് സ്ഥലം വിട്ടാലോ? അവര് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതേപോലെ പറഞ്ഞേക്കണം. ഓക്കെ? ഡബിൾ ഓക്കെ. ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അവരുടെ അടുത്ത് 10,000 രൂപ ഈടാക്കിയിട്ട് ഞാൻ അവരെ ഇവിടുന്ന് പുറത്തേക്കും. അപ്പൊ എത്രയായി? 200. എന്താ എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? ഇത് കള്ളനോട്ടാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നോക്കിക്കേ. ഇതെങ്ങനെ സംഭവിച്ചു? ഇതും കള്ളനോട്ടാണല്ലോ. ഇത് എവിടുന്ന് കിട്ടിയെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ നോട്ടുണ്ടെങ്കിൽ മര്യാദക്ക് അത് ഇവിടെ വെച്ചിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസ് കടയിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ മത്തിയിൽ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണോ? 2 കടക്കാരെ നമ്മളെ കള്ളപ്പണം ഒന്ന് പരിശോധന പോണേ. മുഴുവൻ പണങ്ങൾ ഇവിടെ കൊടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. അയ്യോ, ഞങ്ങൾ രക്ഷിക്കണം. ബാക്കി പണം കൂടി ഇവിടെ വെക്കുന്നുണ്ട്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോളാം. നിങ്ങളെ ഞാൻ രക്ഷിക്കാം. പക്ഷേ നിങ്ങളിപ്പോൾ തന്ന കള്ളനോട്ട് എത്ര ഉണ്ടാവും? 10,000 രൂപയുണ്ട്. അതിന്റെ പകുതി ക്യാഷ് ഒറിജിനൽ എനിക്ക് തന്നാൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. നിങ്ങൾ സേഫ് ആയിരിക്കും. അതിന് ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല. എന്നാ പിന്നെ ഗൂഗിൾ പേ ചെയ്തോളൂ. എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്ത് ചെയ്യാം? നമ്മൾ പെട്ടുവിട്ടോ? രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ല. ചെയ്യാം. ഞങ്ങൾ കൊടുക്കരുത്. എങ്കിലിതാ സ്കാനർ. 5,000 രൂപ ഗൂഗിൾ പേ ചെയ്തോളൂ. ചെയ്തിട്ടുണ്ട്. ചെയ്തു കേട്ടോ. എന്നാ പൊയ്ക്കോളൂ. നിങ്ങളുടെ വേറെ ക്യാഷ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി ഇതിലേക്ക് ഒന്ന് എഴുതിക്കോളൂ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം. നാരെ കണിയേണ്ടത്. എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം. നന്നായി പോയി. ഓരോരുത്തന്മാർ വന്നിക്കണം മനുഷ്യരെ ഏപ്രിൽ ഫൂളാക്കാൻ. 2 കടക്കാർക്കും 5,000 രൂപ വെച്ച് നമുക്ക് തിരിച്ചു കൊടുക്കാം. ബാക്കി 5,000 രൂപ നമുക്ക് ഷെയർ ചെയ്യാം. എന്താ? ഓക്കെ അല്ലേ? വേണ്ടടോ,
അവരുടെ പണം നമുക്ക് അനാവശ്യമായി നമ്മുടെ കയ്യിലിരുന്നാൽ അത് നമുക്ക് ദഹിക്കില്ലിടും. ആ പൈസ അവർക്ക് തന്നെ നമുക്ക് ഗൂഗിൾ പേ ചെയ്തേക്കാം. ഇപ്പോഴാണെന്ന് കരുതി അല്പം സ്വല്പം തമാശയൊക്കെ ആകാം, എന്നാലും ഒരു മനുഷ്യൻ്റെ വിയർപ്പ് വില കൊണ്ടാകരുത്. അത് സത്യമാണ്. എങ്കിലേ എനിക്കൊരു ചായ കൂടി തരും. സമാധാനത്തോടെ ചായ ഊതി ഊതി കുടിക്കുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അതിന് വേണ്ടിയാണ്. എന്താ